ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഈ വീഡിയോ നമ്മൾ എക്സാം കഴിഞ്ഞിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അതായത് എക്സാം എഴുതി കഴിഞ്ഞു, ഇനി എന്ത്, എക്സാം എഴുതി കഴിഞ്ഞു, റിസൾട്ട് വന്നു എന്ന് വിചാരിക്കാം, ഇനി എന്ത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ്റെ ഉത്തരമാണ് ഈ വീഡിയോ. ഓക്കെ, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എൻ്റെ അടുത്ത് പല കുട്ടികളും ചോദിക്കുന്ന കാര്യമാണ്, എങ്ങനെയാണ് ഈ CUT-യിൽ പാസ്സായെന്ന് എങ്ങനെ അറിയാമെന്ന്. CUT-യിൽ പാസ്സാവാന്നൊരു സംഭവമില്ല. CUT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി കുറേ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ കുറച്ച് സബ്ജക്ട്സ് നമ്മൾ +2 പഠിച്ച സബ്ജക്ട്സ് ആയിരിക്കാം. നമ്മൾ കുറച്ച് സബ്ജക്ട്സ് എഴുതുന്നു, അതിൻ്റെ ഒരു മാർക്ക് ഷീറ്റ് നമുക്ക് കിട്ടുന്നു. ഈ മാർക്ക് ഷീറ്റ് വെച്ചിട്ടാണ് നമ്മളല്ലെങ്കിൽ നമ്മുടെ +2ൻ്റെ മാർക്ക് ഷീറ്റാണ് വെക്കാം ഓരോ യൂണിവേഴ്സിറ്റിയിൽ. പക്ഷെ നമ്മൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ CUT-ൻ്റെ മാർക്ക് ഷീറ്റാണ് വെക്കാൻ പറ്റുള്ളൂ, അത്രേ ഉള്ളൂ. അപ്പോൾ ആ മാർക്ക് ഷീറ്റ് കിട്ടും. നമ്മൾ CUT എക്സാം എഴുതുമ്പോൾ നമുക്കൊരു മാർക്ക് ഷീറ്റ് കിട്ടും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് പാസ്സായി ഫെയിലായി അങ്ങനെ ഒന്നുമില്ല. ഓക്കെ, അപ്പം അതാണ് നമുക്കുള്ളത്, അല്ലാണ്ട് ജയിച്ചു തോൽക്കൊന്നുമില്ല. അപ്പം നമുക്ക് ഈ ഒരു മാർക്ക് ഷീറ്റ് കിട്ടിയേ നിങ്ങളുടെ കയ്യിൽ, ഇനി നിങ്ങൾ എന്താ ചെയ്യുക, എന്തിനാണ് നമ്മൾ CUT എഴുതിയത്? സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് അഡ്മിഷൻ കിട്ടാൻ. അപ്പം നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്? സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ വെക്കണം. ഓക്കെ, അതിന് ആപ്ലിക്കേഷൻ വെക്കണം. അതാണ് നമുക്കിനി ചെയ്യാനുള്ളത്. അപ്പം നമ്മൾ എങ്ങനെ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കും? അപ്പം നിങ്ങൾക്കൊക്കെ ഉള്ള ഒരു ഡൗട്ടാണ്. കാരണം ഞാൻ പറയുന്നത് മെജോറിറ്റി കമ്മ്യൂണിറ്റിയിലൊക്കെ മെജോറിറ്റി കുട്ടികൾക്കുള്ളൊരു ടെൻഷനാണ്. നമ്മളുടെ കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റീസും ആപ്ലിക്കേഷൻ തുറന്ന് ആപ്ലിക്കേഷൻ വെച്ച് അഡ്മിഷനൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് CUT-ൻ്റെ റിസൾട്ട് വരെ വരുമെന്ന് എനിക്ക് തോന്നുന്നു. അതെ, റിസൾട്ട് വരുന്നത് വരെ നമ്മുടെ കേരളത്തിലെ യൂണിവേഴ്സിറ്റിയിലൊക്കെ അഡ്മിഷൻ കഴിഞ്ഞിട്ടാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? കാരണം നമുക്ക് CUT-ൻ്റെ റിസൾട്ട് പോലും വന്നിട്ടില്ല. അഡ്മിഷൻ ഏത് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ പോലും വെച്ചിട്ടില്ല. അഡ്മിഷൻ വെച്ചാലും അഡ്മിഷൻ വെച്ച് കഴിഞ്ഞിട്ടുള്ള നമുക്ക് അലോട്ട്മെന്റ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ അതിൽ കിട്ടിയില്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നമുക്ക് അഡ്മിഷൻ കിട്ടില്ല, യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എന്നതാണ് കുറേ കുട്ടികളുടെ ക്വസ്റ്റ്യൻ. ആൻഡ് ദാറ്റ് ഈസ് ട്രൂ. കാരണം അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം വരുന്നത്. നാട്ടിലെ യൂണിവേഴ്സിറ്റീസ് ഒക്കെ അടച്ചു കഴിഞ്ഞിട്ടാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് തുറക്കുന്നത്. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലെ ഒരു കോളേജിൽ അഡ്മിഷൻ എടുത്തു. പക്ഷെ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീസ് PTA ഫണ്ട്, ആ ഫണ്ട്, ഈ ഫണ്ട് അതൊന്നും കൊടുത്തില്ല. കാരണം നമുക്ക് ഉറപ്പില്ലല്ലോ നമ്മൾ അവിടെ നിൽക്കുന്നത്. ഈ ഫണ്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചും കിട്ടൂല. അപ്പം നമ്മൾ അങ്ങനത്തെ ഫണ്ടൊന്നും കൊടുത്തില്ല, അഡ്മിഷൻ ഫീസ് മാത്രം കൊടുത്തു. ആൻഡ് ദെൻ അപ്പം നമുക്ക് ഇത്തിരി കൂടി എളുപ്പമാണ്, നമുക്ക് ഫണ്ട് പോകണമെന്നാണല്ലോ മെയിൻ ആയിട്ടുള്ള കാര്യം. അപ്പം നമ്മൾ കോളേജുകാരോട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ സമ്മതിച്ച് തരില്ല. പക്ഷെ ഞാൻ കൊടുത്തില്ല. എക്സാമിന് വേണ്ടി ട്രൈ ചെയ്യണമെന്നൊന്നും പറഞ്ഞില്ല. പക്ഷെ നമ്മൾ കോളേജിലേക്ക് വരുമ്പം ക്ലാസ് ഒക്കെ തുടങ്ങി നമ്മൾ കോളേജിലേക്ക് വരാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തരാമെന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ കോളേജ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്ലാസ്സിന് ഞാൻ പോയില്ല. ഞാൻ CUT-ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. എന്നിട്ട് CUT കിട്ടി കഴിഞ്ഞിട്ട് ഞാൻ അവിടെ പോയി TC വാങ്ങിച്ചു. അങ്ങനെ ഞാൻ ചെയ്തു. CUT കിട്ടില്ലെങ്കിൽ ഞാൻ പിന്നെ അവിടെ ക്ലാസ്സിന് പോയിരുന്നു. മനസ്സിലായോ? അതായത് ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പം ക്ലാസ്സിൽ വന്നു തുടങ്ങുമ്പം ഫീസ് തരാം അങ്ങനെ പറഞ്ഞു. പക്ഷെ ഞാൻ ക്ലാസ് തുടങ്ങിയപ്പോൾ ഞാൻ പോയില്ല ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട്. കാരണം ഞാൻ CUT-ൻ്റെ ഇത് വെയിറ്റ് ചെയ്തിരുന്നു. ആൻഡ് CUT-ൻ്റെ ഇത് വന്നപ്പോൾ എനിക്ക് കിട്ടി. അപ്പം ഞാനിതിൽ അഡ്മിഷൻ എടുത്തു. ആൻഡ് അവിടെ നിന്ന് TC വാങ്ങിച്ചു. അവിടെ നിന്ന് TC വാങ്ങിച്ചില്ലെങ്കിൽ നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ കയറാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ, അങ്ങനെയുണ്ട്. പക്ഷെ ഞാൻ TC വാങ്ങിച്ചു അവിടെ പോയി. ആൻഡ് ദെൻ അപ്പം നമുക്ക് അഡ്മിഷൻ ഫീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൊടുക്കണമെന്നുണ്ടല്ലോ, അത് നമുക്ക് തിരിച്ചു കിട്ടും. അഡ്മിഷൻ ഫീസ് നമുക്ക് തിരിച്ചു കിട്ടും നമ്മൾ ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ. പക്ഷെ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല. പക്ഷെ എനിക്ക് അധികമൊന്നും ആയില്ല അവിടെ അഡ്മിഷൻ. ദെൻ അപ്പം ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്. അത് ഞാൻ ചെയ്തുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്നേ വിചാരിച്ചുള്ളൂ. ഓക്കെ, എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറയില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. ഞാൻ ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്, ഇങ്ങനെ ഒരു ചോയ്സ് നിങ്ങൾക്ക് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് പറഞ്ഞത്. ഇനി നമ്മൾ എങ്ങനെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കും ഞാൻ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഞാൻ ഒന്നുകൂടി വന്നിരുന്ന് പറയാമെന്ന് വിചാരിച്ചു. ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട്, ഇതിന് വേണ്ടി മാത്രമായിട്ട് ഒരു ഷോർട്ട് വീഡിയോ ആക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഓക്കെ, ഓരോരോ യൂണിവേഴ്സിറ്റീസ് നമ്മുടെ നാട്ടിലുള്ള യൂണിവേഴ്സിറ്റി പോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഓരോരോ യൂണിവേഴ്സിറ്റീസ് അവരുടെ വെബ്സൈറ്റ് തുറക്കും. അവരുടെ വെബ്സൈറ്റ്, അതായത് ഇപ്പം എക്സാമ്പിൾ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ആണ് നിങ്ങൾ ഉദ്ദേശിക്കണമെങ്കിൽ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് തുറക്കും. അപ്പം നമ്മൾ ആ വെബ്സൈറ്റിൽ കയറാം. ആൻഡ് നമുക്ക് അവിടെ വന്നിട്ടുണ്ടാവും UG-ൻ്റെ രജിസ്ട്രേഷൻ ലിങ്ക് എന്നൊക്കെ പറഞ്ഞ് കാണാം. അവിടെ പോവുക, നമ്മളുടെ ഈ CUT-ൻ്റെ ഈ രജിസ്ട്രേഷൻ ID ഇല്ല, ആപ്ലിക്കേഷൻ നമ്പർ, ആ സാധനം ആപ്ലിക്കേഷൻ നമ്പർ ഇല്ല, അത് വെക്കുക. നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെയാണ് നമ്മൾ കയറുക. ആൻഡ് നമുക്ക് ഏതൊക്കെ കോഴ്സാണ് ചൂസ് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ ഓരോരോ ഇപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റി ആണെങ്കിൽ സെയിം ഡൽഹി യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ പോവുക. ആൻഡ് നമ്മൾ വയ്ക്കുക. അപ്പോൾ അങ്ങനെയാണ് എല്ലാം ബനാറസ് യൂണിവേഴ്സിറ്റി അല്ല. പക്ഷേ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളിങ്ങനെ വെക്കണില്ലേ, അതിനേക്കാൾ തൊട്ട് ഒരു 2-3 ആഴ്ചക്ക് മുമ്പേ
അല്ലെങ്കിൽ ഒരു മാസമൊക്കെ മുമ്പേ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് സീറ്റ് നമ്മൾ പിടിച്ച് വെക്കാൻ ഒരു സംഭവം, അത് ഫസ്റ്റ് ഫേസ് എന്ന് പറയും. അത് അതിനൊരു 200 രൂപയായിരുന്നു ഞാനുള്ള സമയത്ത്, 200 രൂപയാണ് ഫീസ്. അത് നമ്മൾ ചെയ്ത് വെക്കുക. ഫസ്റ്റ് ഫേസ് നമ്മൾ ജസ്റ്റ് ലൈക്ക് നമ്മുടെ റിസൾട്ട് പോലും വന്നിട്ടുണ്ടാവില്ല നമ്മൾ സ്യൂട്ടിൻ്റെ ആ സമയത്ത് നമ്മൾ പോയിട്ട് നമ്മുടെ ഐഡിയും ഡേറ്റ് ഓഫ് ബർത്ത് ഇത് പേ ചെയ്ത് വെക്കാം. ഡിയുവിൻ്റെ അങ്ങനെയാണ്. അത് കഴിഞ്ഞാൽ ഡിയുവിൽ വേറെ ഫീസൊന്നും ഇല്ല കേട്ടോ. അങ്ങനെയാണ് ഡിയുവിൻ്റെ ഒരു കാര്യം. അപ്ലിക്കേഷന് ഈ ഒരു ഫീസേ ഉള്ളൂ. അത് ബാക്കിയുള്ള യൂണിവേഴ്സിറ്റീസ് ആണെങ്കിൽ നമ്മൾ ഈ ഓരോ കോഴ്സ് ചൂസ് ചെയ്ത്, ചില യൂണിവേഴ്സിറ്റീസ്, ഒരു കാറ്റഗറി ഓഫ് യൂണിവേഴ്സിറ്റീസ് ചിലപ്പം നമ്മൾ ഓരോരോ എടുക്കുന്ന കോഴ്സിന് 200 വെച്ചിട്ട് എടുക്കും. അങ്ങനെ ടോട്ടൽ വരും. അപ്പോൾ ടോട്ടൽ വരുമ്പോൾ 600 രൂപയായിരിക്കും ആ ഒരു അപ്ലിക്കേഷന്. ചില യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ ആ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ ലൈക്ക് 1 2 3 4 കോഴ്സുകൾ നമ്മൾ എടുത്താലും ഒരു യൂണിവേഴ്സിറ്റി അല്ലേ, അപ്പം ഒരു പൈസ തന്നെയാവുള്ളൂ. അങ്ങനെയും ഉണ്ട് ചില യൂണിവേഴ്സിറ്റീസ്. ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ അങ്ങനെയാണ് അപ്ലിക്കേഷൻ വെക്കുമ്പോൾ ഫീസ് വരുന്നത്. ഇനി ഒരു കാര്യം പറയാനുള്ളത്, ഡിയുവിൻ്റെ നമ്മൾ വെക്കുന്നത് ഞാൻ പറഞ്ഞില്ല, ഒരു ഫീസ് നമ്മൾ ഈ ഫീസ് അടയ്ക്കുന്നതാണ്. രണ്ടാമത്തെ ഫീസ് എന്ന് പറയുമ്പം നമ്മൾ ഡിയുവിൻ്റെ ഉണ്ടല്ലോ, നമുക്കറിയാം കുറേ കോളേജസ് ഉണ്ട്. അപ്പം നമ്മൾ കുറേ കോളേജസിൽ കുറേ കോഴ്സുകളും ഉണ്ട്. അപ്പം നമ്മൾ അത് വെച്ചിട്ട് ഒരു പ്രിഫറൻസ് ലിസ്റ്റ് ഉണ്ടാക്കണം. അതായത് നമ്മൾ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് +2 ചേരാൻ നേരത്തെ നമ്മളൊരു സ്കൂളുകളൊക്കെ വെച്ചിട്ട് ഒരു പ്രിഫറൻസ് ഉണ്ടാക്കിയില്ല, അതേപോലെ ഡിയുവിൻ്റെ അണ്ടറിലുള്ള കോളേജിൽ കോഴ്സുകൾ നമ്മൾ ഒരു പ്രിഫറൻസ് വെക്കണം. ഈ പ്രിഫറൻസ് നമുക്ക് ഓരോ അലോട്ട്മെന്റ് കഴിയുമ്പോഴും റീഅറേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനൊക്കെ ഒരു രീതിയൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾ ഹെൽപ്പ് ഡെസ്കിലൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഹെൽപ്പ് ഡെസ്കിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾ സീനിയേഴ്സായിട്ട് കോൺടാക്ട് ചെയ്യുമ്പോൾ അതിനൊരു രീതി ഉണ്ട്. ലൈക്ക് ഇപ്പം നമുക്ക് മാർക്ക് കിട്ടിയത് നമ്മൾ ഈ പ്രിഫറൻസ് വെക്കണത് അനുസരിച്ചിട്ടിരിക്കും നമുക്ക് അഡ്മിഷൻ കിട്ടുമോ എന്നുള്ളത്. മനസ്സിലായി? അപ്പം പ്രിഫറൻസ് ഒക്കെ നല്ലപോലെ അതിനെക്കുറിച്ച് പഠിച്ചിട്ട് വെക്കാൻ നോക്കാം. ആൻഡ് അതാണ് നമ്മുടെ സെക്കൻഡ് ഫേസ് ഡിയുൻ്റെ കേട്ടോ. സെക്കൻഡ് ഫേസ് നമ്മൾ പ്രിഫറൻസ് വെക്കുക. ഈ ആപ്ലിക്കേഷൻ വെക്കാൻ സമയത്ത് നമുക്ക് എന്തൊക്കെ വേണം? നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് വേണം. ഏതൊക്കെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് എടുക്കുമ്പോൾ പ്രത്യേകം സെൻട്രൽ പർപ്പസിനായിട്ട് നോക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക. കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, ഇൻകം സർട്ടിഫിക്കറ്റ്, NCL, EWS, അങ്ങനെ എന്തൊക്കെ സർട്ടിഫിക്കറ്റ്സ് ആണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതൊക്കെ വേണം. എങ്ങനെ വേണം? ഏപ്രിൽ മാസം കഴിഞ്ഞുള്ളത് വേണം. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ അതിനൊക്കെ ഏപ്രിൽ മാസത്തിന് മുമ്പുള്ള സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്, അവർ സമ്മതിക്കില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇപ്പൊ തന്നെ പോയിട്ട് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഒന്നും കൂടി അപ്ലൈ ചെയ്ത് വെക്കാം. അപ്ലൈ ചെയ്യാൻ പോകുമ്പോൾ അവർ പറയും നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന്റെ വാലിഡിറ്റി കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന് അവർ പറയും. പക്ഷെ അല്ല, നമുക്ക് എക്സാമിന് അപ്ലൈ ചെയ്യാനാണെന്ന് അവരോട് പറയാം, അവർ തരും. നമ്മൾ അങ്ങനെ പറയാം, അവർ തരും. ഏപ്രിൽ മാസം കഴിഞ്ഞുള്ള സർട്ടിഫിക്കറ്റ്സ് വേണം, എന്നാലേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, കാരണം എനിക്കറിയാം കുറേ കുട്ടികളുടെ സർട്ടിഫിക്കറ്റ്സ് ഇല്ലാണ്ട് അഡ്മിഷൻ പോയ കുറേ കുട്ടികളെ എനിക്കറിയാം. ആൻഡ് ഇതേപോലെ സൈറ്റ് തുറന്നത് അറിയാണ്ടും അഡ്മിഷൻ പോയ കുട്ടികളെ എനിക്കറിയാം. അപ്പം അത് ഞാൻ പിന്നെ പറയാം. ഇത് സർട്ടിഫിക്കറ്റ്സ് എടുത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? അലോട്ട്മെന്റ് വരുന്നത് കാത്തിരിക്കുക. അലോട്ട്മെന്റ് വരുമ്പം നമുക്ക് കിട്ടും. അപ്പോൾ ഡിയുവിൻ്റെ അലോട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ തേർഡിൽ അലോട്ട്മെന്റ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഐഡിയും നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെക്കുമ്പോൾ, അത് പാസ്വേഡ് വെക്കുമ്പോൾ ഓപ്പൺ ആവും. നമുക്ക് അലോട്ട്മെന്റ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ കാണും അലോട്ട്മെന്റ് കിട്ടിയെന്ന്. ഇനി ബാക്കിയുള്ള യൂണിവേഴ്സിറ്റിയിൽ ചില യൂണിവേഴ്സിറ്റിയിലൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ യൂണിവേഴ്സിറ്റി തന്നെ ഒരു ഡോക്യുമെന്റ് ലൈക്ക് അലോട്ട്മെന്റ് കിട്ടിയവരുടെ ഒരു ഡോക്യുമെന്റ് ആയിട്ട് അയക്കും. ലൈക്ക് അത് നമുക്ക് ആ ഡോക്യുമെന്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ആ ഡോക്യുമെന്റിൽ നമ്മൾ നോക്കണം നമ്മുടെ പേരുണ്ടോന്ന്. അങ്ങനെയാണ് നമ്മൾ ചില യൂണിവേഴ്സിറ്റിയിൽ നോക്കാം. ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ സൈറ്റ് തുറക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റീസ് ഒക്കെ ഒരു സമയത്താണോ സൈറ്റ് തുറക്കുക? ലൈക്ക് ആപ്ലിക്കേഷൻ വെക്കാനായിട്ട് ഒരു സമയത്താണോ ഒരു യൂണിവേഴ്സിറ്റി സൈറ്റ് തുറക്കുക? അല്ല, തോന്നിയ സമയത്താണ് അവർക്ക് തോന്നിയ സമയത്താണ് അവര് സൈറ്റ് തുറക്കുക. നമുക്കൊരു മുന്നറിയിപ്പോ ഒരു മുന്നറിയിപ്പോ ഒന്നും തരില്ല. അവര് ഇഷ്ടമുള്ളപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി സൈറ്റ് തുറക്കും. അപ്പൊ നമ്മളിത് എങ്ങനെ അറിയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ആഗ്രഹിക്കുന്ന യൂണിവേഴ്സിറ്റീസ് കയറി നോക്കാം. ഇതാണ് ഓപ്ഷൻ നമ്പർ 1. ഓപ്ഷൻ നമ്പർ 1 എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് തുറന്ന് നോക്കാം, തുറന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി. അങ്ങനെ തന്നെയാണ് നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഓപ്ഷൻ നമ്പർ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽപ്പ് ഡെസ്കിൽ ജോയിൻ ചെയ്തിരിക്കുക. അത് നിങ്ങൾ എന്തായാലും ചെയ്തിരിക്കുക. ഞാൻ കുറേ വട്ടം പറയുന്നുണ്ട്, ഹെൽപ്പ് ഡെസ്കിൽ ജോയിൻ ചെയ്തിരിക്കുക. അപ്പോൾ സൈറ്റ് തുറക്കുമ്പം ലൈക്ക് നമ്മൾ ആ ഹെൽപ്പ് ഡെസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിലുള്ള എല്ലാ കുട്ടികളും ഒരേ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയിട്ട് നോക്കിയിരിക്കുന്നത്. അപ്പം ആരെങ്കിലും ഒക്കെ നോക്കിയിരിക്കുമ്പം അതിലുള്ള അഡ്മിന്മാരാണെങ്കിലും ആ കുട്ടികൾക്ക് വേണ്ടി ഇരിക്കുന്നതാണ്. അപ്പം യൂണിവേഴ്സിറ്റി സൈറ്റ് തുറന്നു കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിൽ പറയും സൈറ്റ് തുറന്നുണ്ട് കേട്ടോ എന്ന്. അപ്പം നിങ്ങൾക്ക് പോയി ആപ്ലിക്കേഷൻ വെക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഹെൽപ്പ് ഡെസ്ക് ജോയിൻ ചെയ്തിരിക്കുക. അതല്ല, ഹെൽപ്പ് ഡെസ്ക് ജോയിൻ ചെയ്തിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞിട്ട് ആപ്ലിക്കേഷൻ വെക്കുന്ന സമയത്തും കുറേ ഉണ്ട് കേട്ടോ. നമ്മൾ ഈ +2 പഠിച്ചതിൻ്റെ മാർക്കൊക്കെ നമ്മൾ ഈ ആപ്ലിക്കേഷനിൽ വെക്കണം. അതൊക്കെ ഒരു പ്രത്യേക ഒരു രീതിയിലാണ് വെക്കേണ്ടത്. അത് നിങ്ങൾക്കത് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അതായത് +2 പഠിച്ച മാർക്കൊക്കെ നമ്മൾ ഈ യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യുമ്പം
ഈ CUET മാർക്ക് ഒഴിച്ചിട്ട് നമ്മൾ +2 പഠിച്ച മാർക്കിൻ്റെ ഒക്കെ മാർക്കൊക്കെ അതിൽ വെക്കണം. അതൊക്കെ ഒരു പ്രത്യേക രീതിയിലാണ് അതിൽ വെക്കേണ്ടത്. അതൊക്കെ നിങ്ങൾക്ക് അത് അടിക്കേണ്ട സമയത്ത് ഭയങ്കര കൺഫ്യൂഷൻ വരും. അപ്പം നിങ്ങൾ ഹെൽപ്പ് ഡെസ്ക് ജോയിൻ ചെയ്തിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചോദിക്കാൻ ഒരാളാവും. അതുകൊണ്ട് നിങ്ങൾ ഹെൽപ്പ് ഡെസ്ക് ജോയിൻ ചെയ്തിരിക്കുക. യുവിൽ നമുക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ 2 ഓപ്ഷനാണ് ഉണ്ടാവുക. ഒന്നില്ലെങ്കിൽ ഫ്രീസ് അല്ലെങ്കിൽ അപ്ഗ്രേഡ്. നമുക്ക് അലോട്ട് ചെയ്ത് കിട്ടിയിരിക്കുന്ന കോളേജ് നമ്മൾ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമുക്ക് ഫ്രീസ് കൊടുക്കാം. അതല്ല നമ്മുടെ പ്രിഫറൻസ് ഷീറ്റിൽ നമുക്ക് കിട്ടിയ കോളേജിന് മുകളിൽ വേറെ കോളേജസ് ഉണ്ടെങ്കിൽ നമുക്ക് അപ്ഗ്രേഡിന് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത അലോട്ട്മെൻറ്റിൽ നമ്മളെ പരിഗണിക്കും. പിന്നെന്താ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ചില യൂണിവേഴ്സിറ്റിയിൽ ഓൺലൈനായിട്ടായിരിക്കും വെരിഫിക്കേഷനൊക്കെ നടക്കുക, ചില യൂണിവേഴ്സിറ്റിയിൽ ഓഫ്ലൈൻ ആയിട്ടായിരിക്കും വെരിഫിക്കേഷനൊക്കെ നടക്കുക. ഓഫ്ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടേക്ക് നമ്മൾ പോകണം, ട്രാവൽ ചെയ്ത് പോകണം. ഇപ്പം MP ആണെങ്കിൽ നമ്മൾ കേരളത്തിൽ നിന്ന് MP നമ്മൾ ട്രാവൽ ചെയ്ത് പോകണം. ആൻഡ് ട്രെയിനിൽ പോവുകയാണെങ്കിൽ 2 ദിവസം, ലൈക്ക് 2 ദിവസമല്ല 48 മണിക്കൂറാണെങ്കിൽ 3 ദിവസത്തെ ട്രാവലാണ് അങ്ങോട്ട് എത്താനായിട്ട്. അപ്പം നമ്മൾ ഫിനാൻഷ്യലിയും മെൻ്റലിയും പ്രിപ്പയർ ആയിട്ടിരിക്കാം. അപ്പം ഡൽഹി യൂണിവേഴ്സിറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഓൺലൈനായിട്ടാണ് വെരിഫിക്കേഷനൊക്കെ നടക്കുക. കുറേ യൂണിവേഴ്സിറ്റീസ് ഓൺലൈനായിട്ട് തന്നെയാണ് നടത്തുക, ചില യൂണിവേഴ്സിറ്റി പക്ഷേ ഓഫ്ലൈനായിട്ട് നടത്തുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ ഫിനാൻഷ്യലി മെൻ്റലിയും പ്രിപ്പയർ ആയിട്ടിരിക്കും. ഓക്കെ, എനിക്ക് ഇത്ര ദൂരം ട്രാവൽ ചെയ്യേണ്ടി വരും, അപ്പോൾ അതിനുള്ള ഫിനാൻഷ്യലി നമ്മൾ പ്രിപ്പയർ ആയിട്ടിരിക്കാൻ നോക്കുക. ആൻഡ് അത് കഴിഞ്ഞ് ലൈക്ക് ഇപ്പം ഫീസ് അടച്ച് പിന്നെ ഫീസും അടയ്ക്കാൻ പറയും കേട്ടോ. അതായത് ഇപ്പോൾ ഓൺലൈൻ DUൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രിൻസിപ്പൾ ചെക്ക് ചെയ്തു. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വെരിഫിക്കേഷൻ പ്രോസസ്സ് നടക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സൈറ്റ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം പ്രിൻസിപ്പൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ലൈക്ക് വെരിഫിക്കേഷൻ കഴിഞ്ഞ് പ്രിൻസിപ്പൾ ഒപ്പിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് ഫീസ് അടയ്ക്കാൻ പറയും. അത് എവിടെയും നമുക്ക് അതിന് മുമ്പ് നമ്മളോട് ഫീസ് എന്ന് അവിടെ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടും കൂടി ഉണ്ടാവില്ല. പക്ഷെ ആ സമയത്ത് പെട്ടെന്ന് പോപ്പ് ചെയ്ത് തരാം ഫീസ് അടയ്ക്കാൻ. അപ്പം നമുക്ക് ഞാനത് നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞു തരാണ്, അങ്ങനെ ഉണ്ട്, വരും. അങ്ങനെ ഞാനത് മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ വരും. അപ്പം ഫീസ് അടച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫീസ് ഇല്ല. അതാണ് നമ്മുടെ ഫീസ്, അഡ്മിഷൻ ഫീസ്. അത് അപ്പം അടച്ചില്ലെങ്കിൽ അത് പോവും, സീറ്റ് പോവും, നമ്മുടെ സീറ്റ് പോവും. അപ്പം ഫിനാൻഷ്യലിയും, അതായത് അലോട്ട്മെൻറ്റ് വരുന്ന സമയമാകുമ്പോൾ ഫിനാൻഷ്യലിയും മെൻ്റലിയും പ്രിപ്പയർ ആയിട്ടിരിക്കുക. അത്രേ ഉള്ളൂ എനിക്ക് പറയാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല. നിങ്ങൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലത്തെ ഒരു സ്റ്റുഡൻ്റ് ആയിക്കഴിഞ്ഞു. ഓക്കെ, അപ്പം നിങ്ങളുടെ ഈ ഒരു ജേർണി അത് ഫുൾഫിൽ ആവട്ടെ, വർത്ത് ഇറ്റ് ആവും. ആൻഡ് ഐ എം പ്രൗഡ് ഓഫ് യു. നിങ്ങൾ കുറേ കഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയാം. കാരണം നിങ്ങൾ കുറേ അന്വേഷിച്ച് എങ്ങനെയാണെന്നൊക്കെ അറിയാനായിട്ട് നിങ്ങൾ കുറേ അന്വേഷിച്ചപ്പോഴായിരിക്കും ഈ വീഡിയോ നിങ്ങൾ കാണാൻ, ഈ വീഡിയോ നിങ്ങളുടെ അടുത്തേക്ക് എത്തിയത്. അങ്ങനെ നിങ്ങൾ അന്വേഷിച്ചിട്ടില്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കാണില്ല എന്ന് എനിക്കറിയാം. അപ്പം ഐ എം പ്രൗഡ് ഓഫ് യു. നിങ്ങൾ കുറേ ഹാർഡ് വർക്ക് ചെയ്യേണ്ടത് അതെനിക്ക് മനസ്സിലാവും. ആൻഡ് ഇറ്റ് വിൽ ബി, നിങ്ങൾക്ക് CUET ക്രാക്ക് ചെയ്യാൻ പറ്റും. All the best.